നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 14 തീയതി 1200 ആണ്ട് കർക്കിടക മാസം 29 തീയതി വ്യാഴാഴ്ച. ഇന്ന് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിയുമ്പോൾ അശ്വതിയിലേക്ക് പോവും. രേവതി ആയാലും അശ്വതി ആയാലും ശുഭനക്ഷത്രം തന്നെയാണ്. അപ്പോൾ കർക്കിടക മാസത്തിലെ രേവതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഇന്നത്തെ ദിവസം വളരെ ഭാഗ്യദായകമായ ദിവസമാണ്. ഒന്ന് വ്യാഴാഴ്ച, ഗുരുവിൻ്റെ ദിവസം. ഗുരുവാണ് എല്ലാം. ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു മഹാദേവനാണ്, എല്ലാത്തിനും അതീതനാണ് ഗുരു. അതുകൊണ്ട് ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഗുരുവിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. ആ ഗുരുവിൻ്റെ പ്രഭാവമുള്ള ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് നമുക്കിന്ന് എന്ത് കാര്യത്തിനും ഇറങ്ങാം. ഇന്നത്തെ ദിവസവും നക്ഷത്രവും ഒക്കെ നമുക്ക് അനുകൂലപ്രദമാണ്. അപ്പോൾ രേവതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. കുറേ നേട്ടഭാവങ്ങളെ പ്രദാനം ചെയ്തു തരും. സാമ്പത്തിക പുരോഗതി, ബാധ്യതകളിൽ നിന്നെല്ലാം ഒഴിവായി കിട്ടും. അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാവും. അതായത് കച്ചവടങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ട്രേഡിംഗ് ആവട്ടെ, മറ്റ് മേഖലയിലൂടെ ആവട്ടെ, പ്രതീക്ഷിക്കാതെ ധനവും കൂടി വന്നു ചേരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. സാമ്പത്തിക പുരോഗതിയുടെ ഒരു വർഷം തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യത്തിലും അറച്ചു നിൽക്കില്ല. എന്തെങ്കിലും തുടങ്ങാനോ എന്തെങ്കിലും സംരംഭങ്ങളിൽ കൈവയ്ക്കാനോ ഒക്കെ നമുക്ക് അനുകൂലപ്രദമായിട്ടുള്ള ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം കൂടി നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 1:30 മണി മുതൽ 3 മണി വരെ എന്ന്. 1:30 മണി മുതൽ 3 മണി വരെ അല്ല രാഹുകാല സമയം. ശരിക്ക് 2 മണിക്ക് ശേഷമേ രാഹുകാലം തുടങ്ങൂ. 2 മണി 2 മിനിറ്റ് തൊട്ട് രാഹുകാലം തുടങ്ങും. ശരിക്ക് 3 മണിക്ക് തീരൂല. 3 മണി 34 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം യാത്രയ്ക്ക്, ശുഭയാത്രയ്ക്ക് നല്ലതല്ല. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു കാര്യങ്ങൾക്കും എടുക്കരുത്. ഗുളികകാല സമയം വരുന്നത് 9:24 തൊട്ട് 10:57 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 6:19 തൊട്ട് 7:51 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തത്തിനും വളരെ പ്രാധാന്യമുണ്ട്. ഗുരുവിൻ്റെ ദിവസമാണ്. രാവിലെ ഉച്ചയ്ക്ക് 12 മണി 5 മിനിറ്റ് തൊട്ട് രാഹുകാല സമയമൊക്കെ കഴിഞ്ഞ് രാഹുകാല സമയം വരുന്ന ഉച്ചയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്ത സമയം നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗത്തിലെടുക്കാം. 12:05 തൊട്ട് 12 മണി 53 മിനിറ്റ് വരെ ഉള്ള സമയം അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. അതുപോലെ ഇന്നും വസ്ത്രധാരണം നടത്തി ഓരോ കഴിക്ക് രാവിലെ ഇറങ്ങി പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ ശരിക്ക് യെല്ലോ ഷെയ്ഡ് അല്ലെങ്കിൽ മഞ്ഞ കളറിൻ്റെ ഒരു കളറിൽ ഉള്ള വസ്ത്രവും കൂടി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് മഞ്ഞ കളറ് വസ്ത്രം കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. ഗുരുവിൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.